ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ശുചീകരണത്തിന് പങ്കെടുത്തിട്ടുണ്ടല്ലോ. പുതിയ കാര്യമല്ലല്ലോ എനിക്ക്. പുതിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ തോന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കോർപ്പറേഷനോടൊപ്പമുള്ള ശുചീകരണം തന്നെയാണിത്. തീർച്ചയായിട്ടും ഇവിടെ കോർപ്പറേഷൻ കൌൺസിലർമാരുണ്ട്, ഇവിടെ മുൻ മേയറുണ്ട്, മുൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. നമുക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണല്ലോ. അത് കോർപ്പറേഷന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കോർപ്പറേഷൻ നിർവഹിക്കുന്നു, അവർ നമ്മളെ സഹായിക്കുന്നു. ഗവൺമെന്റ് പരിപൂർണമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കുറ്റമറ്റതായി ഒരു പരാതിയുമില്ലാതെ ഈ നിമിഷം വരെ ഒരു പരാതിയില്ലാതെ തീർത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അത് വന്ന് നോക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായ സന്ദർശനമാണ്. തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന എന്നുള്ള നിലയിൽ മാത്രം എടുത്താൽ മതി. എന്തിനാ അതിൽ വേറെ നിങ്ങൾ കാണേണ്ട കാര്യം എന്താ? അല്ല, ഇത് ആരും രാഷ്ട്രീയമാക്കാൻ വേണ്ടി ശ്രമിക്കാതിരുന്നാൽ മതി. ഇടയ്ക്ക് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു, ഈ റോഡിന്റെ പേരിലും കുടിവെള്ളത്തിന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും യുവമോർച്ചയുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഉത്സവത്തിൽ രാഷ്ട്രീയം നിറം കൊടുത്തുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ഇടത്തോട്ടോ ശ്രദ്ധ തിരിച്ചു വിട്ടത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾക്കറിയാം കാര്യം. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലമായി ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മേയറായിരുന്ന ശ്രീകുമാർ 5 വർഷക്കാലം, 5 ഒരു 3 വർഷക്കാലം ഈ കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ മേയറായിരുന്നപ്പോൾ 5 വർഷക്കാലം, ഈസ്റ്റ് മണ്ഡലം MLA ആയിരുന്നു ഇപ്പോൾ 5 വർഷക്കാലം, 10 വർഷക്കാലം നിയമമണ്ഡലത്തിൽ MLA ആയിരുന്നപ്പോൾ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ആറ്റുകാൽ ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തി ഇന്നിപ്പോ ഞാനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആറ്റുകാൽ ക്ഷേത്ര ഉത്സവം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനിയോറിറ്റി ലിസ്റ്റിൽ ഞാനാണ് അടക്കുന്നത്, ഒന്നാമത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. സാധാരണ കൃത്രിമ മഴ അടക്കമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത് ഉണ്ടാവുമായിരിക്കും അല്ലേ? ഏത് മഴയായിരുന്നാലും, കൃത്രിമ മഴയാണോ സാധാരണ മഴയായിരുന്നാലും വൃത്തിയായെന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ കല്ലുകളുടെ കാര്യത്തിലൊക്കെ നേരത്തെ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. കല്ല് നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ട ആ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കല്ലെന്ന് ആരെയും പ്രത്യേകിച്ച് ആരുടെയും വ്യക്തിപരമായി എടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഒരു ഗവൺമെന്റിന്റെ സ്വത്താണ് കല്ലെന്ന് പറയുന്നത്. പൊങ്കാലിട്ട ശേഷം ഉപേക്ഷിച്ചിട്ട് പോകുന്ന കല്ലെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സ്വത്താണ്, അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിന്റെ അതിനെ എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതെടുത്ത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യത്തിലുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. ആ നിലയിലുള്ള നിർദ്ദേശം തന്നെയാണ്